ശക്തമായ മഴയും കാറ്റും ഏറ്റവും കൂടുതൽ ബാധിച്ചത് വൈദ്യുതി മേഖലയാണെന്ന് സംസ്ഥാന ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. നിരവധി വൈദ്യുതി പോസ്റ്റുകളാണ് ഒടിഞ്ഞുപോയത്. തകരാറിലായ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾ ഊർജിതമായി നടന്നുവരികയാണെന്നും ഫയർഫോഴ്സിന്റെയും പൊതുമരാമത്ത് വകുപ്പിന്റെയും കൂടുതൽ സേവനം ലഭ്യമാക്കാൻ നടപടി സ്വീകരിച്ചതായും മന്ത്രി പറഞ്ഞു. മാറ്റിപ്പാർപ്പിക്കേണ്ടവരെ മാറ്റിപ്പാർപ്പിക്കുവാൻ സംവിധാനം ഒരുക്കിയതായും ഡാമുകളുമായി ബന്ധപ്പെട്ട് ആശങ്കാജനകമായ സാഹചര്യമില്ല എന്നും മുൻകരുതലുകൾ എടുത്തിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കട്ടപ്പന KSEB സെക്ഷൻ ഓഫീസിൽ ചേർന്ന അവലോകന യോഗത്തിന് ശേഷമാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. 2018-19 കാലഘട്ടത്തിലെ പ്രളയഘട്ടത്തിൽ പോലും ഇത്രയേറെ കാറ്റ് ശക്തമായി മരങ്ങൾ വീണ് ലൈൻ തകർന്ന നമ്പറിലെടുത്ത് പരിശോധിച്ച് വളർത്തുകയാണ്. അന്ന് വെള്ളം മാറിക്കഴിഞ്ഞാൽ കണക്ഷൻ കൊടുക്കാവുന്നൊരു സ്ഥിതിയുണ്ടായിരുന്നു. ഇപ്രാവശ്യം കാണുന്നത് എല്ലാ മേഖലയിലും ഉണ്ടായ ശക്തമായ കാറ്റ് ഒട്ടേറെ അപകടങ്ങൾ വിധിച്ചതും ഇപ്രാവശ്യം മരം വീണുണ്ടായ അപകടങ്ങളാണ്. ആൾക്കാർക്ക് പറ്റിയ അപകടങ്ങൾ, വൈദ്യുതി തകരാറ് പരിഹരിക്കാൻ പോയ വാഹനത്തിന്മേൽ മരം വീണുണ്ടായ അപകടം ഉൾപ്പെടെയുള്ളവർക്ക് പരിശോധിക്കുമ്പോൾ ആ നിലയിൽ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ജില്ലയിൽ പൊതുവിലുള്ള വിഷയങ്ങളും കൂടെ ചർച്ച ചെയ്യപ്പെട്ടു. ഡെപ്യൂട്ടി സിയും ഉണ്ടായിരുന്നു, എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും ഈ ഡിവിഷൻ്റെ കീഴിലുള്ള സബ് സ്റ്റേഷനുകളിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഇതിൻ്റെ ഭാഗമായി വിവിധ സെക്ഷനിൽ നിന്നായി ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുത്തു. കട്ടപ്പന ഡിവിഷൻ്റെ കീഴിലെ 11 സെക്ഷനിൽ നിലവിലുള്ള കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് തന്നെ 1,57,628 കൺസ്യൂമേഴ്സാണ്. 1067 ട്രാൻസ്ഫോമറുകളാണ്. നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് റിപ്പീറ്റഡായിട്ട് ട്രാൻസ്ഫോമറിലേക്ക് വരുന്ന കണക്ഷൻ, HT കണക്ഷൻ തകരാറിലായി റിപ്പീറ്റഡായിട്ട് 1157 ഇഷ്യൂസ് രൂപപ്പെട്ടു വന്നു. അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങളുണ്ടായി. അതുപോലെ തന്നെ LT 2,13,000 കണക്ഷൻ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡായിട്ട് വന്നിട്ടുള്ള ഒന്ന് വെട്ടി മാറ്റി കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും അവിടെ തന്നെ മരം വീഴുന്നു, ആ ലൈൻ വീണ്ടും തകരാറാകുന്നു. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും ഇത്രത്തോളം കേസുകൾ ഉയർന്നു വന്നെങ്കിലും അത് കഴിയുന്നത്ര സ്പീഡിൽ പരിഹരിക്കാനായിട്ട്